തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിന്റെ ഭരണപരമായ നടപടികൾക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നുവന്ന ഗുരുതരമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡിന്റെ ഭാഗത്തുനിന്നും സംഭവിച്ചതായി കോടതി കണ്ടെത്തിയ ഗുരുതര വീഴ്ചയും നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമവും ഗൂഢാലോചനയുടെ സൂചനകളും പ്രശാന്തിന്റെ തുടർച്ചയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പിണറായി വിജയൻ സർക്കാരിനെ ധാർമ്മികവും രാഷ്ട്രീയപരവുമായ ഒരു ധർമ്മസങ്കടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിർണായകമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. ദേവസ്വം ബോർഡിന്റെ നടപടികൾ കോടതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും 2024ലെയും 2025ലെയും നീക്കങ്ങളിലെ അസാധാരണമായ തിടുക്കത്തിലും രേഖകളിലെ പിഴവുകളിലുമാണ്. കോടതിയുടെ നിരീക്ഷണങ്ങളെ പ്രധാനമായി 3 തലക്കെട്ടുകളിൽ വിശകലനം ചെയ്യാം. 2024 സെപ്റ്റംബർ 3-ന് തിരുവാഭരണ കമ്മീഷണർ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ദ്വാരപാലക പാളികൾക്ക് കേടുപാട് സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കത്ത് ലഭിച്ച ഉടൻ തന്നെ 2024ലെ മണ്ഡലകാലത്തിന് മുൻപ് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണമെന്ന് പി.എസ്. പ്രശാന്ത് നിർദ്ദേശം നൽകി.